ഇടുക്കി ആർച്ച് ഡാമിനടുത്തുള്ള കുടിയേറ്റ സ്മാരകത്തെ കുറിച്ചാണ്. ഈ സ്മാരകത്തെ മൈഗ്രേഷൻ മോണമെൻ്റ് എന്നും വിളിക്കുന്നുണ്ട്, സെറ്റിൽമെൻറ്റ് മെമ്മോറിയൽ മ്യൂസിയം എന്നും വിളിക്കുന്നുണ്ട്. ചെറുതോണി കട്ടപ്പന റൂട്ടിൽ ചെറുതോണിക്ക് അടുത്താണ് ഈ സ്മാരകം പണിതുകൊണ്ടിരിക്കുന്നത്. പണി പൂർത്തിയായിട്ടില്ല. ഒരു 100 ഏക്കർ വരുന്ന സ്ഥലത്ത് ആണ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യാത്രി നിവാസമുണ്ട്, ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു ഇടമാണ്. കേരള ചരിത്രത്തിലെ നിർണായകമായ അധ്യായങ്ങളിലൊന്നാണല്ലോ ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം. കുടിയൊഴിപ്പിക്കലിൻ്റെയും സംഘർഷങ്ങളുടെയും ചരിത്രം കൂടിയാണ് ഇത്. മണ്ണിൻ്റെ ആദ്യ അവകാശികളും കുടിയേറ്റക്കാരും വന്യമൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടം, ഒപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥയോടുമുള്ള ഈ പൊരുതിക്കൊണ്ട് ഒരു കാർഷിക സമൂഹം അവിടെ വളർന്നു വന്നത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. AKGയും ഫാദർ ജോസഫ് അടക്കനുമൊക്കെ നയിച്ച കർഷക സമരങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ തന്നെ ഇടുക്കിയുടെ മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ചരിത്രം കൂടിയാണ്. ഇത് വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഇടമാണ് ഈ പറയുന്ന സെറ്റിൽമെൻറ്റ് മെമ്മോറിയൽ മ്യൂസിയം. നമ്മളാദ്യം കടന്നു ചെല്ലുന്നത് തന്നെ ഒരു വലിയ കുടിയേറ്റ കർഷകൻ്റെ തൊപ്പി വെച്ച ഒരു കുടിയേറ്റ കർഷകൻ്റെ വലിയ 36.5 അടി ഉയരമുള്ള ഒരു അർദ്ധകായ പ്രതിമയുടെ അകത്തുകൂടിയാണ്. എന്നിട്ട് നമ്മൾ വിവിധ പോരാട്ട ചരിത്രങ്ങളെ ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്ന പ്രതിമകളൊക്കെ കൊണ്ട് ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്ന വിവിധ ശില്പങ്ങളുടെയും പ്രമേയങ്ങളുടെയും അടുത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുന്നിലേക്ക് നടക്കല്ല് പാകിയ പാതകളിലൂടെയാണ് നമ്മൾ നടന്ന് മുകളിലേക്ക് പോകേണ്ടത്. അപ്പം ഇരുവശമൊക്കെ തന്നെ പുൽമേടുകൾ വച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഈ പ്രമേയങ്ങളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കുന്ന് എന്ന് പറഞ്ഞാൽ ആർച്ച് ഡാമിന് അവിടെ എൻ്റെ പുറകിലായിട്ട് വരും. ഇവിടെ നിന്നാലും ആർച്ച് ഡാമിൻ്റെ 2 കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ ഭിത്തി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ആ മലയെ ഒരു വലിയൊരു മലയാണ്, അതിന് ചുറ്റും ധാരാളം മരങ്ങളാണ്, കാട്ട് കായ്കനികളുള്ള ധാരാളം മരങ്ങളാണ്. ആ മരങ്ങളിലെ പഴങ്ങൾ കൊത്തി തിന്നുന്നതിന് വേണ്ടിയിട്ട് 100 കണക്കിന് കിളികൾ, പല തരത്തിലുള്ള കിളികൾ, അതിൻ്റെ ചിലയ്ക്കൽ അവിടെ നിന്നൊക്കെ നമുക്ക് കേൾക്കാം. തികച്ചും വിജനമായൊരിടം ആണ്. ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടില്ല, അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. അതുകൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. 30 രൂപ ടിക്കറ്റ് എടുത്താണ് അകത്ത് കയറേണ്ടത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു വലിയൊരു കെട്ടിടം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും പുൽത്തകടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ മുറ്റത്തിരിക്കാൻ ബെഞ്ചുണ്ട്. അവിടെ നോക്കിയാൽ ആർച്ച് ഡാം കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ആ കുന്ന് ഇറങ്ങി പുറകുവശത്തൂടി പോയാൽ റോഡിൻ്റെ ഭാഗത്തൂടെ പോയാൽ മനോഹരമായി ഒരുക്കിയ യാത്രി നിവാസുകൾ കാണാം. അപ്പോൾ അതിൽ കടന്നു പോകുന്ന ഒരു ചെറുതോണി കട്ടപ്പന റൂട്ടിൽ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് പോകാവുന്ന ഒരു ഇടം ആണ് ഈ പറയുന്ന ഈ കുടിയേറ്റ സ്മാരകം എന്ന് പറയുന്നത്. അടുത്ത് ഉടനെ തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ 200 ഏക്കറിൽ വലിയൊരു പ്രോജക്റ്റാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കാൻ പോകുന്നത്. കേരളത്തിൽ നമ്മളിവിടെ സഞ്ചരിച്ചാലും, ഇടുക്കിയിൽ എവിടെ സഞ്ചരിച്ചാലും ടൂറിസം വകുപ്പിൻ്റെ, കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ വലിയ ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാണ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രം, ചെറുതും വലുതുമായി എല്ലാം ഒരുക്കിയിട്ടുള്ളത്. യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും കണ്ടു തീർക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഇടുക്കി നമ്മെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇടുക്കിയിൽ വന്നു പോകുന്നവർക്ക് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് കണ്ടിട്ട് പോകാവുന്ന ഒന്നാണിത്, ഈ ഇടം. ഏതായാലും ഇത് പണി പൂർത്തിയാകുമ്പോൾ ഇടുക്കിയിലെ ഏറ്റവും നല്ല ആകർഷകമായിട്ടുള്ള ഒരു ഇടമായി
ഒരു ടൂറിസ്റ്റുകൾക്ക് കണ്ടുപോകാനും പഴയ കുടിയേറ്റ ചരിത്രം മനസ്സിലാക്കാനും യാത്രയെ കേവലം പുറം കാഴ്ചകളല്ല ഉൾക്കാഴ്ചകളായി കാണാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് ഇത് വന്ന് കണ്ടിട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ കാണുന്നത് യാത്രി നിവാസികളാണ്, കുന്നിൻ ചെരുവിലെ യാത്രി നിവാസികളാണ്. ഇതിൻ്റെ പുറകെയുള്ള പാതയാണ്. ഈ പുറകുള്ള കുന്നിൻ ചെരുവിലെ പുറത്തേക്കുള്ള പാത ഈ വഴിയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ അരികിലൊക്കെ തന്നെ ഏലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ചെറുതോണി കട്ടപ്പന റോഡിൽ ആണ്. ഇതുവഴി പോകുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക.